വീട്ടിൽ ഉമ്മ സെക്കൻഡ് മാരേജ് ആണെന്ന് പറയുന്നു. രണ്ടാം അച്ഛനുമായിട്ട് ആ ബന്ധം എങ്ങനെയായിരുന്നു എന്ന് പറയാമോ? മിഹിറിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ, ലവ് അഫെയർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായതായിട്ട് സൂചനകളുണ്ടായിരുന്നോ? ഇല്ല, നമുക്ക് അങ്ങനെ ഒരു സൂചന ഉണ്ടായിട്ടില്ല. കാരണം ഈ ജംസിൽ ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ആണ് എന്ന് പറയുന്നുണ്ട് ആ കത്തിൽ. ഒരു പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത് ഈ ഗ്ലോബൽ സ്കൂളിനെ കുറിച്ചാണ്. പക്ഷേ ഉമ്മയുടെ കത്ത് വന്നിരിക്കുന്നത് ജംസ് അക്കാദമിയെക്കുറിച്ചാണ്. ജംസ് അക്കാദമിയിലെ വൈസ് പ്രിൻസിപ്പളുമായി ബന്ധപ്പെട്ടാണ് ആ കത്ത് വന്നിരിക്കുന്നത്. അതിലൊരു സംശയം, ഒരു വ്യക്തത വരാതെ പോകുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? നമസ്കാരം സുഹൃത്തുക്കളെ. ഇപ്പം മിഹിർ മുഹമ്മദ് എന്ന് പറയുന്ന കുട്ടി റാഗിങ്ങിനിരയായി കൊല്ലപ്പെട്ടത്, അല്ലെങ്കിൽ റാഗിങ്ങിനിരയായി ആത്മഹത്യ ചെയ്തത് ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നത്. വീണ്ടും കേരളം തലകുനിക്കത്തക്ക രീതിയിലുള്ള ഒരു കേസായി അത് മാറുകയാണ്. റാഗിംഗ് ഒക്കെ പണ്ടേ ഇല്ലാതായി എന്നാണ് പലരും പറയുന്നത്. ക്ലോസറ്റ് തല പിടിച്ച് മുക്കുക, ക്ലോസറ്റ് നക്കിപ്പിക്കുക, എന്ത് വികൃതമായ രീതിയിലുള്ള റാഗിംഗ് ആണ് എന്ന് നമ്മൾ നോക്കണം. എന്നാൽ സ്കൂളുകാര് ഇതൊന്നും അറിഞ്ഞിട്ടില്ല, അവർക്ക് പരാതിയൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന റെസ്പോൺസ്. ആ കുട്ടി ആ സ്കൂളിൽ ചേർന്നിട്ട് 3 മാസമേ ആവുന്നു. സാധാരണ ഈ പുതിയതായിട്ട് വരുന്ന കുട്ടികളെ ബാക്കിയുള്ള കുട്ടികൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ചെറിയൊരു മടിയുണ്ടാവും. അതാണോ ഇതിന് പിന്നിലുള്ള കാരണവും നമുക്ക് അറിയില്ല. എന്തായാലും കഠിനമായ റാഗിങ്ങിന് അകപ്പെട്ട് ആ കുട്ടി അവസാനം മരണം തെരഞ്ഞെടുക്കുകയായിരുന്നു. 27ാമത്തെ നിലയിൽ നിന്നും എടുത്ത് ചാടി ആ കുട്ടി മരിച്ചു. ഇതൊക്കെ പുറത്തു വരാൻ കാരണമായത് ഇൻസ്റ്റാഗ്രാമിൽ ആരോ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അത് ആ കുട്ടിയുടെ കൂട്ടുകാർ തന്നെ ആയിരിക്കാം. അതാരാണെന്ന് ഇനിയും അറിയില്ല. ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന് പറഞ്ഞു തുടങ്ങിയ ആ അക്കൗണ്ടിൽ പല പല കാര്യങ്ങൾ പുറത്തു വരികയാണ്. അതിൽ കൂടെ പഠിച്ച കുറെ കുട്ടികൾ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഇത് പുറംലോകം അറിഞ്ഞത്. അല്ലെങ്കിൽ ഇതും വെറും ഒരു സൂയിസൈഡായി മാറിപ്പോയത്. അങ്ങനെ പുറത്തു വന്ന കാര്യങ്ങൾ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്നതാണ്. ഒരു കുട്ടിയെ എത്രത്തോളം മാനസികമായി തകർക്കാൻ പറ്റുമോ ആ രീതിയിൽ ആ കുട്ടിയെ തകർത്തു. ക്ലോസറ്റിൽ തലമുക്കി ഫ്ലഷ് ചെയ്ത് ക്ലോസറ്റ് നക്കിപ്പിച്ച് ഈ രീതിയിലുള്ള വികൃതമായ റാഗിംഗ് രീതികൾ അനുഭവിച്ച ആ കുട്ടി അവസാനം ആത്മഹത്യ തിരഞ്ഞെടുക്കുകയായിരുന്നു. എടാ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ, നിങ്ങൾ പഠിക്കേണ്ടതിന് പകരം റാഗിംഗ് ഒക്കെ നടത്തുക എന്ന് പറയുന്നത്. നമ്മുടെയും 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ ചിന്തിക്കുമായിരുന്നു, എങ്ങനെ ഒരു പടത്തിന് പോവാം, ബങ്ക് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഈ വിഷയത്തിന് മാർക്ക് പറഞ്ഞാൽ വീട്ടിൽ എങ്ങനെ ഒപ്പിടിക്കും, അല്ലെങ്കിൽ സാറിന്റെ അടി കിട്ടിയാലോ, സാറിന്റെ തുടക്ക് അടി കിട്ടിയാലോ എന്നൊക്കെ രീതിയിലുള്ള ചിന്തകൾ ഉണ്ടാവും. ഇപ്പോൾ പണ്ടത്തെ റാഗിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളേജ് ആ ഒരു ലെവലിലൊക്കെ പോകുമ്പോഴാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കേണ്ട കുട്ടി റാഗിംഗ് ചെയ്യാൻ ഒരുമ്പിട്ടിറങ്ങുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. നിങ്ങളുടെയൊക്കെ അച്ഛനും അമ്മയും എത്രത്തോളം കഷ്ടപ്പെട്ടാണ് നിങ്ങളെ വളർത്തിയത്. ഇതിപ്പം പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ അല്ലെങ്കിൽ മൈനേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പല ആനുകൂല്യങ്ങളും കിട്ടിയേക്കാം. പക്ഷെ അവർ ചെയ്ത കാര്യം എന്ന് പറയുന്നത് എക്സ്ട്രീം ലെവലിലുള്ള കാര്യങ്ങളാണ്. ഈ കുട്ടികളെയൊക്കെ മാതാപിതാക്കൾ എങ്ങനെ വളർത്തി ഇങ്ങനെ സമൂഹത്തിലോട്ട് വിടുന്നു എന്നുള്ളതാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ റാഗിങ്ങിന് ഇറങ്ങുക, ഒരു കുട്ടിയെ എത്രത്തോളം മാനസികമായി നശിപ്പിക്കാൻ സാധിക്കുമോ നശിപ്പിക്കാൻ ശ്രമിക്കുക. ആ കുട്ടിയുടെ അമ്മയുടെ ബ്രദർ മീഡിയ കണ്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ കുറച്ച് നമുക്ക് കേട്ടിട്ട് ബാക്കി സംസാരിക്കും. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഇവനെ ഫോഴ്സ്ഫുള്ളി അവിടുത്തെ ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയിട്ട് ഇവൻ്റെ തല ക്ലോസറ്റിൽ ഇട്ട്, അതായത് ക്ലോസറ്റ് ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ ഈ ക്ലോസറ്റിലേക്ക് തല മുക്കിയതിന് ശേഷം ഫ്ലഷ് ചെയ്യുക, ഇങ്ങനെ. പിന്നെ അതുപോലെ സ്കൂൾ ബസ്സിൽ ഇവനെ ഫിസിക്കലി അസോൾട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ നമ്മൾ പിന്നീടാണ് നമ്മൾ അറിഞ്ഞത്. അതായത് ഇവൻ്റെ ഫ്രണ്ട്സ് ത്രൂ, പിന്നെ ഈ ചാറ്റ് ത്രൂ. അപ്പം അതിന് അഗെയിൻസ്റ്റ് നമുക്ക് കിട്ടിയ പ്രൂഫും നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് എല്ലാം വെച്ചിട്ട് നമ്മൾ CMനും DGPക്കും നമ്മൾ പിന്നെ കംപ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ പിന്നെ ചൈൽഡ് റൈറ്റ്സ് കമ്മീഷന് നമ്മൾ ഇപ്പം കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ക്ലോസറ്റിൽ തലവെച്ച് ഫ്ലഷ് അടിപ്പിക്കുന്നു, ക്ലോസറ്റ് ലിക്ക് ചെയ്യിപ്പിക്കുന്നു, ബസ്സിനകത്ത് ക്രൂരമായി മർദ്ദിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ. പഠിക്കേണ്ട സമയത്ത് റാഗിംഗ് എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് കുറെ ടീമുകൾ. ഇവിടെ മാതാപിതാക്കളുടെ പങ്കാണ് ഏറ്റവും വലുത്. അവരുടെ മക്കൾ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം അവർക്ക് അറിയുക പോലും. സ്കൂളിൽ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ അധ്യാപകർ അവരുടെ മാതാപിതാക്കളെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ അറിയിക്കണമായിരുന്നു. എന്നാൽ അവർ പറയുന്നത് അവർക്ക് ഈ സംഭവങ്ങളെ പറ്റി ഒന്നും അറിവ് പോലും ഇല്ല, അല്ലെങ്കിൽ റാഗിങ്ങിനെതിരെയുള്ള ഒരു കംപ്ലൈന്റ് വന്നിട്ട് പോലും ഇല്ല എന്നാണ്. സ്കൂളുകൾ വെറും ബിസിനസിന് വേണ്ടിയുള്ള ഒരു സ്ഥാപനമായി മാറരുത്. അവിടെ കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത്.
നാളത്തെ തലമുറയാണ് വാർത്തെടുക്കുന്നത്. അപ്പം എത്രത്തോളം റെസ്പോൺസിബിലിറ്റി ഒരു സ്കൂളിനുണ്ട് അല്ലെങ്കിൽ മാതാപിതാക്കൾക്കുണ്ട് എന്ന് മനസ്സിലാകാതെ മാതാപിതാക്കളും സ്കൂളിലുള്ള ടീച്ചേഴ്സ് നിന്നു കഴിഞ്ഞാൽ നാളത്തെ സമൂഹം ക്രിമിനലുകളെ കൊണ്ട് നിറഞ്ഞതായിരിക്കും. അതുകൊണ്ട് ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി ഇപ്പോൾ വലുതാണ്, പ്രത്യേകിച്ചും മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും. ഒരു കുട്ടിയെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്നതിൽ അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും പങ്ക് വളരെ വലുതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നുള്ളതിനുള്ള പരിശീലനം പോലും കൊടുക്കേണ്ടിയിരിക്കുന്നു. നാളത്തെ തലമുറ ഇങ്ങനെയുള്ളതാണെങ്കിൽ സമൂഹത്തിന് എത്രത്തോളം ആപത്താണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം. ഗവൺമെന്റ് കുട്ടികളെ എങ്ങനെ വളർത്തണമെന്ന് മാതാപിതാക്കൾക്ക് പരിശീലനം കൊടുക്കണം. അതുപോലെ തന്നെ അധ്യാപകർക്കും കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം, എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളതിനുള്ള കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. ഇതൊക്കെ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനിയെങ്കിലും ഇതൊക്കെ നടക്കുമ്പോൾ ഇനിയെങ്കിലും ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന് പറയുന്നുണ്ട്, ജസ്റ്റിസ് ഫോർ അവർ നെക്സ്റ്റ് ജനറേഷൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരുടെ എനർജി വേണ്ടുന്ന കാര്യങ്ങളിലോട്ട് ഫോക്കസ് ചെയ്യാൻ അവരെ പരിശീലിപ്പിക്കണം. അല്ലാതെ അവർ ഇങ്ങനെയുള്ള വേണ്ടാത്ത കാര്യങ്ങളല്ല ചെയ്യേണ്ടത്. അത് അവരുടെ തന്നെ ജീവൻ നശിച്ചു പോകാൻ അവർക്ക് മനസ്സിലാവുന്നില്ല. അവർ പ്രായത്തിന്റെ ചോരത്തളപ്പിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നു. ബാക്കിയത് സുഹൃത്തുക്കൾ, അതായത് ഈ ഇൻസിഡൻറ്റ് ഉണ്ടായതിന് ശേഷം, അതായത് മിഹീറിൻ്റെ പേരിൽ ജസ്റ്റിസ് ഫോർ മിഹീർ എന്ന് പറഞ്ഞിട്ടൊരു ഫോറം ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റഗ്രാം പേജ്. അപ്പം ഈ പേജ് ഒരു 2 ഡേയ്സിൽ ഡിലീറ്റ് ആവുകയും ചെയ്തു. അപ്പോൾ പിന്നീടാണ് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഈ ഒരു ഫോറത്തിൽ, ഈ ഒരു പേജിലുണ്ടായ ചാറ്റ്സും പിന്നെ അതേപോലെ മിഹീറിൻ്റെ സ്കൂളിലുണ്ടായിരുന്ന വേറെ സ്റ്റുഡൻസിൻ്റെ കുറച്ച് ചാറ്റ്സൊക്കെ നമുക്ക് കാണുന്നത്, അവൻ്റെ ഫ്രണ്ട്സും പിന്നെ അല്ലാതെയും നമുക്ക് കിട്ടിയ ഒരു സ്ക്രീൻഷോട്ട്സിലൂടെ. അപ്പോൾ അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്, അതായത് മിഹീറിൻ്റെ മരണവാർത്ത അറിഞ്ഞതിന് ശേഷവും അവിടുത്തെ സ്റ്റുഡൻസ്, അതായത് അവർ ചാറ്റ് കണ്ടു കഴിഞ്ഞാൽ അവരതൊരു തമാശയായി, അതൊരു ആഘോഷം പോലെയാണ് അവർ ചാറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ആത്മഹത്യ ചെയ്തപ്പോൾ കൂടെ പഠിക്കുന്ന ബാക്കിയുള്ള 2 കുട്ടികൾ അവർ ആഘോഷിക്കുകയാണ്, അല്ലെങ്കിൽ ആ മരിച്ചതിൽ സന്തോഷം കണ്ടെത്തുകയാണ്. അപ്പോൾ അവരുടെ മനസ്സിന്റെ ഒരു അവസ്ഥ മനസ്സിലാക്കണം. ആ കുട്ടികൾ ആരായാലും അവരുടെ മാതാപിതാക്കൾ നിങ്ങളുടെ കുട്ടികളെ ശ്രദ്ധിക്കുക. അവരെന്താണ് അവരുടെ മനസ്സ് വളരെ ക്രൂരമായ മനസ്സാണപ്പോൾ. ഇന്ന് സമൂഹത്തിൽ ഇറങ്ങി ഇത് ചെയ്തെങ്കിൽ നാളെ വീട്ടിൽ ഇത് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ആരാണോ ആ കുട്ടികളുടെ മാതാപിതാക്കൾ, അവർ ആ കുട്ടികളെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ഇത് സമൂഹത്തിന് ഒരു ആപത്തായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുമായിട്ട് ഒരു കണക്ട് ഇല്ലേ? അവരെന്താണ് സ്കൂളിൽ ചെയ്യുന്നത് നിങ്ങളോട് പറയുന്നില്ല. അവർ ശരിയായ മാർഗത്തിലാണോ നടക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ എന്തുതരം മാതാപിതാക്കളാണ്? എനിക്ക് എല്ലാവരോടും ചോദിക്കാനുള്ളത് ജസ്റ്റിസ് ഫോർ മിഹിർ മാത്രമാണ്. ജസ്റ്റിസ് ഫോർ അവർ നെക്സ്റ്റ് ജനറേഷൻ, ജസ്റ്റിസ് ഫോർ അവർ ടീനേജേഴ്സ്, അതല്ലേ വേണ്ടത് ആക്ച്വലി. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഉള്ളത് ഉറപ്പായും താഴെ കമന്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നവരെ